ഭാരതത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് ആശുപത്രി എന്ന ബഹുമതിയോടെ പല്ലിശ്ശേരി ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ 3-ാം വയസ്സിലേക്ക്. സാന്ത്വന പരിചരണ രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശാന്തിഭവൻ ആശുപത്രിയുടെ നാളെ നടക്കുന്ന 2-ാം വാർഷികാഘോഷത്തിൽ സാന്ത്വന പരിചരണത്തിന് പുതിയ തലങ്ങൾ പ്രദാനം ചെയ്യുന്ന 6 പദ്ധതികൾക്ക് തുടക്കമാകും. കിടപ്പ് രോഗികൾക്കും വൃദ്ധർക്കും പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന ശാന്തിഭവൻ ആശുപത്രി ബില്ലില്ലാത്ത ആശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. ആറാട്ടുപുഴയ്ക്കടുത്ത് പല്ലിശ്ശേരിയിലെ മൗണ്ടൻ ഓഫ് മേഴ്സി എന്ന കുന്നിൻ മുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള ശാന്തിഭവൻ ഹോസ്പിറ്റലിൽ രോഗികൾക്കും വൃദ്ധർക്കും സൗജന്യ ചികിത്സയാണ് നൽകുന്നത്. ഇവിടെ നിന്ന് വീടുകളിൽ ചെന്ന് സാന്ത്വന പരിചരണം നൽകി വരുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ശാന്തിഭവൻ ഹോസ്പിറ്റലിന്റെ സേവനം ലഭ്യമാവുക. 2 ജില്ലകളിലുമായി 13 റീജിയണൽ സെന്ററുകളിലൂടെയും നിരവധി കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകി വരുന്നുണ്ട്. ചികിത്സ, മരുന്ന്, ഭക്ഷണം തുടങ്ങി എല്ലാ ചെലവുകളും ഇവിടെ സൗജന്യമാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം സൗജന്യമാണ്. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് സന്യാസ സമൂഹം, സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പിന്തുണയോടെ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള അഭയം പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ചാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. നാനാജാതി മതസ്ഥരായ സുമനസുകൾ മാസം തോറും നൽകുന്ന തുക കൊണ്ടാണ് ശാന്തിഭവൻ ആശുപത്രിയുടെ ദൈനംദിന ചെലവുകൾ നടന്നുപോകുന്നത്. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്, ലിവർ സിറോസിസ് രോഗികൾക്ക് സൗജന്യ ഫ്ലൂയിഡ് ടാപ്പിംഗ് സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം, വെന്റിലേറ്റർ, ICU, അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയവയൊക്കെ ഇവിടെ സൗജന്യമാണ്. വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കിടപ്പ് രോഗികൾക്കും അവരുടെ അത്യാസന്ന ഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2-ാം വാർഷികത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ നമ്മളുടെ നാട്ടിലുള്ള സീനിയർ സിറ്റിസൻസിനെ വീടുകളിൽ തനിച്ചായിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ദേവദേയം എൽഡർ വില്ലേജ് എന്ന പേരിൽ നമ്മളൊരു പദ്ധതി ആരംഭിക്കുകയാണ്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുചെന്നാക്കി എന്ന ഒരു ഫീൽ നമ്മളുടെ മുതിർന്നവർക്കും അതുപോലെ തന്നെ മക്കൾക്കും ഇല്ലാത്ത രീതിയിലാണ് എൽഡർ വില്ലേജ് ക്രമീകരിച്ചിട്ടുള്ളത്. സഹോദരി സഹോദരന്മാർ നമ്മെ സഹായിക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ മാസം തോറും അവരാൽ കഴിയുന്ന വിധത്തിൽ ഇവിടെയുള്ള പാലിയേറ്റീവ് ഫെലോഷിപ്പിൽ പങ്കുചേർന്നുകൊണ്ട് അവർ നമ്മെ സഹായിച്ചു വരുന്നു. ഈ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ നൽകി വരുന്നത് സൗജന്യമായിട്ടാണ്. ശനിയാഴ്ച നടക്കുന്ന 2-ാം വാർഷികാഘോഷ ചടങ്ങിൽ 6 പുതിയ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് ആകുലതകളില്ലാതെ താമസിക്കാനും സാന്ത്വന പരിചരണം ഉൾപ്പെടെയുള്ള വൈദ്യസഹായം ഉറപ്പാക്കുന്നതുമായ ദേവദേയം എൽഡർ വില്ലേജ് എന്ന പേരിൽ പാർപ്പിട സമുച്ചയം പദ്ധതി പ്രഖ്യാപനം, പാവപ്പെട്ടവർക്ക് മരുന്ന് വിതരണം ചെയ്യുന്ന ഫാർമസികളുടെ ഉദ്ഘാടനം, ഐസൊലേറ്റഡ് വാർഡുകളും മുറികളും ഉൾപ്പെടുന്ന ആശുപത്രിയുടെ 2-ാം നിലയുടെ നിർമ്മാണോദ്ഘാടനം, വീടുകളിൽ തനിച്ചു കഴിയുന്ന പ്രായമേറിയവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ശാന്തിഭവൻ ആശുപത്രിയുമായി ബന്ധപ്പെടാനുള്ള എമർജൻസി കോളിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം, പ്രവാസി മലയാളി ഫെഡറേഷനുമായി സഹകരിച്ച് എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് ആശുപത്രികളും പാലിയേറ്റീവ് റീജിയണൽ സെന്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം, ഇരിങ്ങാലക്കുടയിലെ 8 പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി പോലീസുമായി സഹകരിച്ച് പാലിയേറ്റീവ് കെയർ വ്യാപിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം എന്നിവ വാർഷികാഘോഷ ചടങ്ങിൽ നടക്കും. കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്ന ബഹുമതിപത്രം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ അധികൃതർ വാർഷികാഘോഷ ചടങ്ങിൽ ഏറ്റുവാങ്ങും.